നടി പാർവതി തിരുവോത്തിന്റെ അഭിപ്രായത്തെ വിമർശിച്ചുകൊണ്ട് നടൻ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ AMMയുടെ മീറ്റിംഗിനിടയിൽ വെച്ച് ഒരു പരാമർശം നടത്തിയിരുന്നു. ഈ ഒരു പരാമർശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ AMMയുടെ പേര് എങ്ങനെ ഉച്ചരിക്കണമെന്നതുമായി ബന്ധപ്പെട്ടാണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു പരാമർശം. ഇതിനെതിരെ സോഷ്യൽ മീഡിയ സ്റ്റോറിയിൽ കൂടി പാർവതിയും പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായ നടൻ ദിലീപിനെ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ AMMയിൽ തിരിച്ചെടുക്കുവാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് പാർവതി തിരുവോത്ത്, റിമ കല്ലിങ്കൽ അടക്കമുള്ള നടിമാർ ഈ ഒരു സംഘടനയിൽ നിന്നും രാജിവെച്ച് പുറത്തിറങ്ങുന്നത്. ഈ സംഘടനയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ ഇടവേള ബാബു ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ നടത്തിയ പരാമർശത്തിന് പിന്നാലെയായിരുന്നു നടി പാർവതി തിരുവോത്ത് സംഘടന വിടുന്നത്. രാജിക്ക് പിന്നാലെ നടിമാർ അതിശക്തമായ ഭാഷയിൽ തന്നെ സംഘടനയ്ക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അമ്മയെന്നല്ല AMM എന്നാണ് സംഘടനയെ വിളിക്കേണ്ടതെന്നായിരുന്നു അന്ന് നടിമാർ തുറന്നടിച്ചത്. പിന്നീട് ഇങ്ങോട്ട് മാധ്യമങ്ങൾ അടക്കം ഈ രീതിയിലായിരുന്നു സംഘടനയെ വിശേഷിപ്പിച്ചതും. പാർവതി തിരുവോത്ത് ഇപ്പോൾ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനിടെ നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു. AMM ആണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. അസോസിയേഷനാണിത്, ഒരു ക്ലബല്ല, ഒരു കുടുംബമല്ല. അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഓരോ തവണയും താൻ അവിടെ പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വിടു പാർവതി, നമ്മൾ ഒരു കുടുംബമല്ലേ എന്നാണ് അവിടെയുള്ളവർ പറയുക. നമുക്ക് ഓണമൊക്കെ ആഘോഷിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ട് സന്തോഷത്തോടെ പോകാമെന്നാണ് അവരുടെ നിലപാട്. അതുപോലെ തന്നെ പഞ്ചായത്തിലൊക്കെ പണ്ട് കണ്ടുവരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ് ഈ ഒരു സംഘടനയിൽ ഉണ്ടായിരുന്നതെന്നും നടി വെളിപ്പെടുത്തി. ആരാണ് സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടതെന്ന് എല്ലാവരോടും കൈപൊക്കി കാണിക്കുവാനാണ് പറയുന്നത്. ഉച്ചഭക്ഷണം കഴിക്കുവാൻ പോകുമ്പോഴാണ് അവരത് നടത്തുക. അപ്പോൾ പരമാവധി ആളുകൾ അവിടെ ഉണ്ടാകില്ലല്ലോ എന്ന് കൂടി നടി പറയുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കിതൊക്കെ പ്രഹസനമായി തന്നെ തോന്നും. അതോടെയാണ് താൻ സംഘടനയിൽ നിന്നും പുറത്തിറങ്ങിയതെന്നും നടി പറയുന്നു. അതേസമയം ഇതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അമ്മ എന്ന സംഘടനയ്ക്ക് ഈ പേര് നൽകിയത് സ്വർഗീയനായ മുരളിച്ചേട്ടനാണ്. അത് അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത്. പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് തങ്ങൾ അനുസരിക്കില്ല. ഈ A കുത്ത്, M കുത്ത്, M കുത്ത്, A കുത്ത് എന്നത് അവന്മാരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. ഞങ്ങൾക്കിത് അമ്മയാണെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. അതേസമയം തന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ടി വന്നതിന്റെ പേരിൽ കരിയറിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകുവാൻ കഴിവുള്ള നടിയാണ് പാർവതി തിരുവോത്ത്. WCC എന്ന സംഘടനയുടെ രൂപീകരണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങി മലയാള സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളിലെല്ലാം തന്നെ പാർവതി തിരുവോത്ത് മുന്നിലുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ AMMയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നടൻ മോഹൻലാൽ രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തിരുന്നു. സിനിമാ ഇൻഡസ്ട്രിയുടെ ചരിത്രം തിരുത്തി തുടങ്ങിയത് അതിജീവിതയുടെ തുറന്നു പറച്ചിലിന് ശേഷമാണെന്ന് നടി പാർവതി തിരുവോത്ത് മുൻപും പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന പല സംഭവങ്ങളുണ്ടായിട്ടും യുവതാരങ്ങളിൽ പലരും മൗനത്തിലാണെന്നാണ് നടി പറയുന്നത്. ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഇപ്പോൾ പാർവതി തിരുവോത്ത്. യുവതാരങ്ങളുടെ മനോഭാവം തന്നെ അലട്ടുന്നുണ്ടെന്നാണ് പാർവതി തിരുവോത്ത് പറയുന്നത്. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എഴുത്തുകാരി അരുന്ധതി റോയ്ക്കൊപ്പം സംസാരിക്കുകയായിരുന്നു പാർവതി തിരുവോത്ത്. നിലവിൽ മലയാള സിനിമാ രംഗത്തുള്ള പ്രശ്നങ്ങളിൽ യുവനടന്മാരുടെ പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്ന് അരുന്ധതി റോയ് പാർവതിയോട് ചോദിക്കുകയുണ്ടായി. ഇതിന് മറുപടി നൽകുകയായിരുന്നു നടി. പുതിയ തലമുറയിലെ നടന്മാർ പഴയ തലമുറയിലേതുപോലെ അല്ല എന്നാണ് പാർവതിയുടെ അഭിപ്രായം. കുറച്ചുകൂടി മോശമാണ് അവരെന്നാണ് പാർവതി പറയുന്നത്. പഴയ തലമുറ പാട്രിയാർക്കിയിൽ കുറെ കൂടെ കമ്മിറ്റഡ് ആയിരുന്നു. എന്നാൽ ഇന്നുള്ളവർ അങ്ങനെയല്ല. പുതിയ തലമുറയുടെ മടിയാണ് തന്നെ അലട്ടുന്നതെന്നാണ് പാർവതി പറയുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ അവർക്ക് കാണാൻ കഴിയും. എന്നാൽ പക്ഷേ അവർ അതിനോട് പ്രതികരിക്കാറില്ല. ഇൻഡസ്ട്രിയിൽ ചില ആളുകൾക്ക് ഈ കാര്യത്തിൽ നീരസമുണ്ടെന്നും പാർവതി പറയുന്നു. കാരണം മുൻ തലമുറയ്ക്കുണ്ടായിരുന്ന ബെനിഫിറ്റുകൾ അവർക്ക് ലഭിക്കില്ല എന്നും പാർവതി തിരുവോത്ത് തുറന്നു പറയുന്നു. ഇത്തരം മൂവ്മെന്റുകളൊക്കെ ഇവിടെ നടക്കുമ്പോഴും വലിയ ബഡ്ജറ്റിൽ തന്നെ പുരുഷാവകാശ ആക്ടിവിസം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആൽഫാമയിലും സ്ത്രീകളെ കുറിച്ചുള്ള സങ്കല്പങ്ങളും ഒക്കെയുള്ള പഴയകാലം തിരിച്ചു കൊണ്ടുവരുമെന്നാണ് അവർ പറയുന്നത്. അടുത്തിടെ അതുപോലെ ഒരു സിനിമ താൻ കണ്ടിരുന്നുവെന്നും പാർവതി തിരുവോത്ത് പറയുന്നുണ്ട്. ഇവർക്കൊപ്പമൊക്കെ പിന്നെയും വർക്ക് ചെയ്യേണ്ടി വരുമെന്ന ചിന്ത തന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ല എന്നും നടി വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം AMM എന്ന സംഘടനയ്ക്കെതിരെയും പാർവതി തിരുവോത്ത് വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി. അമ്മ എന്ന സംഘടനയെ വിളിക്കേണ്ടതില്ല എന്ന് പാർവതി തിരുവോത്ത് പറയുന്നു. AMM ആണത്, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷനാണ്, ഒരു ക്ലബല്ല, ഒരു കുടുംബമല്ല എന്നും പാർവതി തിരുവോത്ത് പറയുന്നു. മാത്രമല്ല പഞ്ചായത്തിൽ പണ്ട് കണ്ടുവന്നിരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ് ഈ സംഘടനയിൽ ഇപ്പോഴും നടക്കുന്നതെന്നും നേരത്തെ തന്നെ ഒരാളെ അങ്ങ് തീരുമാനിക്കും. ഉച്ചയൂണിന് പോകുന്ന സമയത്ത് വോട്ടെടുപ്പ് നടത്തും. ആ സമയം കൂടുതൽ ആളുകളും അവിടെ ഉണ്ടാകില്ല. കൈപൊക്കി കാണിക്കാനാണ് പറയുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞ് അവിടെ കാണിക്കുന്നത് മൊത്തം പ്രഹസനമാണെന്ന് നമുക്ക് സ്വാഭിമാനം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ സംഘടനയിൽ നിന്നും പുറത്തിറങ്ങാൻ തോന്നും. അതാണ് താൻ ചെയ്തതെന്നാണ് പാർവതി തിരുവോത്ത് വ്യക്തമാക്കുന്നത്.
അതേസമയം ഹേമ കമ്മിറ്റി പുറത്തു വന്ന സാഹചര്യത്തിൽ തനിക്ക് വന്നത് വിഷമം കലർന്ന സന്തോഷമാണെന്നാണ് നടി പാർവതി തിരുവോത്ത് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സങ്കടവും സന്തോഷവും തനിക്കുണ്ടായിരുന്നു. സിനിമയിൽ താനും ഒരു അതിജീവിതയാണെന്നാണ് പാർവതി പറയുന്നത്. താൻ നേരിട്ടതെല്ലാം കമ്മിറ്റിക്ക് മുൻപിൽ താൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. AMMയിൽ അംഗമായിരുന്നപ്പോൾ നിരവധി പ്രശ്നങ്ങളായിരുന്നു തനിക്ക് നേരിടേണ്ടി വന്നിരുന്നത്. ഇതേക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും അവിടെ നിന്നും ഫലമൊന്നും ഉണ്ടായില്ല. നടന്മാരിൽ ചിലർക്ക് പ്രോസ്റ്റേറ്റിന് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് സിനിമാ ലൊക്കേഷനിൽ ശുചിമുറികൾ വേണമെന്ന ആവശ്യത്തിന് അവരിൽ നിന്നും പിന്തുണ ലഭിച്ചത്. ആ സംഭവത്തോടെ തനിക്ക് ബാത്റൂം പാർവതി എന്ന പേര് വരെ വീണുവെന്നും പാർവതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ AMMയിൽ അംഗമായിരിക്കെ ചില പ്രശ്നങ്ങൾ താൻ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത് വിട് പാർവതി, നമ്മളൊരു കുടുംബമല്ലേ, നല്ല ഡ്രസ്സൊക്കെ ഇട്ടുവന്ന് ആഘോഷിച്ച് സദ്യയൊക്കെ കഴിച്ച് പോകാമെന്നായിരുന്നു ചില അംഗങ്ങളിൽ നിന്നും ലഭിച്ച മറുപടി എന്നും പാർവതി തുറന്നു പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിൽ WCCയുടെ പ്രയത്നമാണെന്ന് പലരും പറയുന്നത് കണ്ടു. ഇത് കേട്ടപ്പോൾ സന്തോഷം തോന്നിയെന്നും പാർവതി പറയുന്നു. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ അവൾ ചരിത്രം എഴുതുകയാണെന്ന സെഷനിൽ മാധ്യമപ്രവർത്തക അന്നായം വെട്ടിക്കാടുമായി സംവദിക്കുമ്പോഴാണ് ഇതേപറ്റിയൊക്കെ പാർവതി പറയുന്നത്. ഒരു 10 വർഷം കൊണ്ട് കൂടുതൽ സിനിമകൾ ചെയ്തു കൊള്ളണമെന്നും അത് കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊരു ഷെൽഫ് ലൈഫ് ആയിരിക്കും, ആന്റി അമ്മ എന്നുള്ള വേഷങ്ങളിലേക്ക് ചുരുങ്ങുമെന്ന് പാർവതി പറയുന്നുണ്ട്. വയസ്സ് കൂടുന്തോറും സിനിമയിൽ അവസരം കുറയുമെന്നാണ് സിനിമാ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് കിട്ടുന്ന ഉപദേശമെന്നും പാർവതി കൂട്ടിച്ചേർക്കുന്നു. താനിപ്പോൾ സിനിമയിൽ വന്നിട്ട് 18 വർഷത്തിൽ കൂടുതലാകുന്നു. താൻ സിനിമയിൽ വിജയിച്ചോ, ചെയ്യുന്ന സിനിമകൾ ഓടുന്നുണ്ടോ, തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതൊന്നുമല്ല, ഒരു അഭിനേത്രി എന്ന നിലയിൽ താൻ ഇവിടെ നിലനിൽക്കുന്നു എന്ന ഒരേയൊരു ചെയ്തിയിലൂടെയാണ് താൻ ചരിത്രം സൃഷ്ടിക്കുന്നതെന്നും നടി കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെ ഒരു അവസരത്തിലാണ് WCC ഉണ്ടാകുന്നതെന്നും പാർവതി പറയുന്നുണ്ട്. അതൊരു തീരുമാനമായിരുന്നില്ല, ചെയ്യേണ്ടി വന്നതാണ്. അന്തസ്സില്ലാതെ തുടരുവാനോ നിലനിൽക്കുവാനോ താല്പര്യമില്ലാത്തൊരിടത്ത് നിന്ന് ഒരു കൂട്ടം വനിതകൾ ചേർന്ന് തീരുമാനിക്കുന്നു. നമ്മുടെ കൂടി ഇടമാണല്ലോ ഇത്, എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ രീതികൾ മാറ്റിക്കൂടാ? മാറ്റം സംഭവിച്ചത് WCCക്ക് മുമ്പും ശേഷവുമല്ല എന്നുകൂടി പാർവതി കൂട്ടിച്ചേർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ 2017 ഫെബ്രുവരിക്ക് മുമ്പും ശേഷവുമാണ്. അതിജീവിതയുടെ ഒരേയൊരു തീരുമാനത്തിന് ശേഷമാണ് എല്ലാവരുടെയും ജീവിതവും മാറിമറിയുന്നതെന്നും പാർവതി പറയുന്നുണ്ട്. നടിയെ ആക്രമിച്ച സംഭവം വലിയ ഞെട്ടലുണ്ടാക്കിയതായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ 16 പേർ ചേർന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സങ്കടങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആദ്യം ചെയ്തതെന്നാണ് പാർവതി പറയുന്നത്. സിനിമാ ഇൻഡസ്ട്രിയിൽ തങ്ങൾ ഫ്ലോട്ടിംഗ് ഐലൻഡുകൾ പോലെയായിരുന്നു. തനിക്കോ റിമയ്ക്കോ ഷൂട്ടോ റെക്കോർഡിങ്ങോ ഉള്ള സമയം നോക്കി ചർച്ചകൾ വെക്കുമായിരുന്നു. പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഒരു വേദി തങ്ങൾക്ക് പലപ്പോഴും ലഭിച്ചിരുന്നില്ല എന്നും പാർവതി പറയുന്നുണ്ട്. കടുത്ത സ്ത്രീ വിരുദ്ധതയുള്ള ഇടത്ത് ഒരു പുരുഷനുമായുള്ള ഏറ്റുമുട്ടൽ താൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ പക്ഷെ അതൊരു സ്ത്രീയാകുമ്പോൾ അത്തരം സ്ത്രീകളോട് വല്ലാത്ത അനുകമ്പ തോന്നാറുണ്ടെന്നാണ് പാർവതി പറയുന്നത്. പുരുഷാധിപത്യത്തിന് കയറിയിറങ്ങുവാൻ ദേഹത്തെ വിട്ടുകൊടുക്കുകയാണ് പല സ്ത്രീകളും ചെയ്യുന്നതെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് കൂടി നടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. മാത്രമല്ല, പ്രതിരോധിക്കുവാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ജനസമൂഹം കൂടെയുണ്ടാകുമെന്നതിനുള്ള മികച്ച ഉദാഹരണമാണ് WCCയും അവരുടെ കൂട്ടായ പ്രവർത്തനങ്ങളെന്നും അനീതിയെക്കുറിച്ച് പറയുന്നത് ആളുകൾ വിശ്വസിച്ചു തുടങ്ങുവാൻ 7 വർഷത്തോളം എടുത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ WCC അംഗങ്ങളുടെ നിലപാട് ശരിയാണെന്ന് പലരും പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നിയെന്നും പാർവതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ WCCയുടെ പ്രവർത്തനങ്ങളിൽ പലരും തന്നോട് ചോദിച്ചു, എന്തിനാണ് ഈ പ്രശ്നങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നത്? നമ്മുടെ കേരളത്തിലല്ലേ ഇതിന്റെ നാണക്കേടത്? അതിൽ അഭിമാനം കൊള്ളുകയല്ലേ വേണ്ടത്? പ്രശ്നം തിരിച്ചറിഞ്ഞ് മാറ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെയല്ലേ പുരോഗമനം? ആ മാറ്റം കേരളത്തിൽ ഉണ്ടാവുന്നതിൽ താൻ അഭിമാനിക്കുന്നുവെന്നാണ് പാർവതിയുടെ പക്ഷം. അതുപോലെ തന്നെ മലയാള സിനിമാ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പാർവതി തിരുവോത്ത്, റിമ കലിംഗൽ അടക്കമുള്ള WCC അംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാറുകൾക്ക് നേരെ ജനങ്ങളുടെ ചോദ്യങ്ങൾ വരാൻ പോലും ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 2017 നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതിയായ ആളെ സംഘടനയിൽ തിരിച്ചെടുത്തത് വൻ തിരിച്ചടിയായിരുന്നു. എന്തായിരുന്നു അത് ചെയ്തതിന്റെ ഉദ്ദേശമെന്നാണ് പാർവതി ചോദിക്കുന്നത്. നമ്മളെ മനസ്സിലാക്കണമെന്ന പ്രാഥമിക ഉദ്ദേശം പോലും ഇല്ലാത്തവരോട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായത് അതിനുശേഷമാണ്. അന്നത്തെ AMMA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ താൻ വിമർശിക്കുകയല്ല, ഇതൊരു സത്യം മാത്രമാണെന്നും പാർവതി തിരുവോത്ത് പറയുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പുരുഷന്മാരുടെ എല്ലാ അവകാശങ്ങളും നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണെന്നാണ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. നമുക്കുള്ള സുഖ സൗകര്യങ്ങൾ ഒക്കെ പോകുമോ എന്നാണ് അവരുടെ ചിന്തയെന്നും പാർവതി പറയുന്നുണ്ട്. വളരെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ തന്നോട് വന്ന് പറഞ്ഞിരുന്നു, പാർവതി റിലാക്സ് ചെയ്യൂ, കൂടുതൽ ചിരിക്കൂ എന്ന്. നിങ്ങൾ നിങ്ങളുടെ പണി മര്യാദയ്ക്കെടുത്താൽ താൻ കൂടുതൽ ചിരിക്കാൻ തുടങ്ങുമെന്നായിരുന്നു അയാൾക്ക് താൻ മറുപടിയായി കൊടുത്തതെന്നാണ് പാർവതി പറയുന്നത്. താനും വലിയ നടന്മാരുടെയും സംവിധായകരുടെയും സിനിമകൾ കണ്ട് വളർന്നു വന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമയിലെ പുരുഷ വിഗ്രഹങ്ങൾ ഉടഞ്ഞപ്പോൾ വേദന തോന്നിയിരുന്നുവെന്നും നടി കൂട്ടിച്ചേർക്കുന്നു. എങ്കിലും നന്നാകാനും കൂടുതൽ മെച്ചപ്പെടാനുമുള്ള അവസരമാണ് ചോദ്യം ചെയ്യുക എന്നുള്ളത്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞൊരു അതിജീവിതയാണ് താനെന്നും പാർവതി വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു സിനിമ സംവിധാനം ചെയ്യുവാൻ 4 വർഷങ്ങളായി താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുവാനുള്ളതെല്ലാം പറഞ്ഞ് ഒരു സിനിമ വരുന്നുണ്ടെന്നും പാർവതി തിരുവോത്ത് തുറന്നു പറയുന്നുണ്ട്. അതേസമയം ഇന്നും തന്റേതായ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന പാർവതി തിരുവോത്തിന് സിനിമാ ലോകത്ത് നിരവധി ശത്രുക്കളാണ് ഉണ്ടായത്. കടുത്ത സൈബർ ആക്രമണം ഒന്നിലേറെ തവണ നടിക്ക് നേരിടേണ്ടതായി വന്നിട്ടുമുണ്ട്.
എന്നാൽ പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പാർവതിക്ക് സാധിക്കുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.